ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ GSTR1ഉം 3Bയും നില്ല് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ മാസമാണ്, അതുകൊണ്ട് നമ്മൾ സെപ്റ്റംബർ മാസത്തെയാണ് ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ gst.gov.in എന്നുള്ള സൈറ്റിനകത്ത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ക്രീനിലാണ് വന്ന് നിൽക്കുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ സർവീസ് എന്നുള്ള ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം റിട്ടേൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റിട്ടേൺസ് ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇയറും ക്വാർട്ടർ പീരീഡും അടിച്ചുകൊണ്ടൊരു സെർച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ കറക്റ്റാണ്, പക്ഷേ ക്വാർട്ടർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ നമ്മൾ മാറ്റിയിട്ട് Q2 ജൂലൈ ടു സെപ്റ്റംബർ ആക്കി മാറ്റിയിടണം. അതേമാതിരി പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്റ്റംബർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഇങ്ങനെ ഒരു സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് GSTR1 ഫയൽ ചെയ്യാനുള്ള GSTR3B ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുക. GSTR1 ആണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു സ്ക്രീനിലേക്ക് വരും. ഇങ്ങനൊരു സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കിവിടെ ഏഴാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, B2C എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. അപ്പോൾ B2C എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. B2C എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീൻ വരും. ഏഴാമത്തെ ഓപ്ഷൻ അത് B2C ഓപ്പൺ ആയി വന്നിട്ട് there are no records to be displayed. അപ്പോൾ നമുക്ക് റെക്കോർഡ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആഡ് റെക്കോർഡ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ആഡ് റെക്കോർഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റ്, ടാക്സബിൾ വാല്യൂ, റേറ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് കേരളയാണ്, അതേപോലെ ടാക്സബിൾ വാല്യൂ ഞാൻ 0 ആണ് കൊടുക്കുന്നത്, അതായത് റേറ്റും ഞാൻ 0 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, സേവ് കൊടുക്കുന്നുണ്ട്. സേവ് കൊടുത്ത ശേഷം ഞാൻ ബാക്ക് കൊടുക്കുന്നുണ്ട്. ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് വെക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഗെയിൻ ബാക്ക് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീവിയസ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, ജനറേറ്റ് സമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ജനറേറ്റ് സമ്മറി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏതാണ്ട് 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട് കാര്യങ്ങൾ. ജനറേറ്റ് സമ്മറി റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുക, അതിന് വേണ്ടി റിഫ്രഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിഫ്രഷ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു റിഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട് ഈ ഇംഗ്ലീഷ് ഇതിൻ്റെ അടിയിൽ റിഫ്രഷിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി 1 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം ഓപ്പൺ ആയി വരും റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് എല്ലാ വാല്യൂസും എന്തായിരിക്കും, സീറോസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ വാല്യൂസ് സീറോസ് ആയിരിക്കും. താഴേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. സ്ക്രോൾ ഡൗൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമ്മുടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഐ ഹിയർ ബൈ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഓതറൈസ്ഡ് സിഗ്നേച്ചർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. DSC ഉള്ളവർ അത് വെച്ച് ഫയൽ ചെയ്യുക, EVC ഉള്ളവർ അത് വെച്ച് ഫയൽ ചെയ്യുക. നമ്മളിപ്പോൾ EVC വെച്ചിട്ടുള്ള ഫയൽ ചെയ്യുക. അപ്പോൾ ഫയൽ വിത്ത് EVC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഒരു OTP മെസ്സേജ് നമുക്ക് വരും. അത് നമ്മുടെ ഫോണിലേക്കും വരും, ഇമെയിലിലേക്കും വരും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഫയലായി എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് വരും. ഇവിടെ കാണിക്കും സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഫയൽ ചെയ്യേണ്ടത്, അത് നമ്മുടെ GSTR3B ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ സർവീസിൽ പോവുക, റിട്ടേൺസ് ഡാഷ്ബോർഡിൽ വരിക, നേരത്തെ ചെയ്ത മാതിരി ഫൈനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്യുക, ക്വാർട്ടർ സെറ്റ് ചെയ്യുക, അതേമാതിരി പീരീഡ് സെറ്റ് ചെയ്ത ശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണിക്കും, നമ്മുടെ പ്രിപ്പയർ ഓൺലൈൻ, GSTR3Bയുടെ പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളത് കാണിക്കും. അങ്ങനെ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, നമുക്ക് ഇവിടെ നില്ലാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അവിടെ യെസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബോക്സ് ഓപ്പൺ ആയി വരിക, അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ അഗെയിൻ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഐ ഹിയർ ബൈ എന്നുള്ള ടിക്ക് ചെയ്യുക. ഓതറൈസ് സിഗ്നേച്ചർ ആരാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് EVC അല്ലെങ്കിൽ DSC വെച്ചിട്ട് ഫയൽ ചെയ്യാം. നമ്മളിപ്പോൾ EVC വെച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഇമെയിലിലേക്കും ഫോണിലേക്കും OTP വരും. എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു മെസ്സേജ് വരും, ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ GSTR1ഉം 3Bയും 0 ആയിട്ട് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സിനെ കമൻറ്റ് സെക്ഷനിൽ വരിക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും